ആദ്യം നമ്മൾ നോക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം 2021 26 വരുമ്പോൾ എങ്ങനെ മാറി മറിഞ്ഞു. നമ്മുടെ വലതുവശത്തേക്ക് കാണുന്ന ഈ രണ്ട് കേരളത്തിന്റെ ഭൂപടങ്ങൾ സൈഫദ, ആ കാണുന്ന കേരളത്തിന്റെ 2021 ആ മൂലയ്ക്ക് കാണുന്ന 2021 അവിടെ അങ്ങിങ്ങായി മാത്രം 26 ആ ചിത്രം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. 21 ചിത്രത്തിൽ എല്ലായിടം ഒരുപക്ഷെ പരന്ന് കിടക്കുന്ന ചുവപ്പ് കാണാം. ഇപ്പുറത്ത് നോക്കിയേ, അങ്ങിങ്ങായി മാത്രം ചിലയിടങ്ങളിൽ പോലെ മാത്രം കാണായിരുന്നു. ആ നോക്കൂ, ആ മധ്യഭാഗത്ത് കാണുന്ന ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ ആ കാണുന്ന എറണാകുളമാണ്. കളമശ്ശേരിയൊക്കെ ചുവന്ന് കിടക്കുകയാണ്. അതില്ലേ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറയാനില്ല, ചുവപ്പറ്റ ഭൂമി. ഇങ്ങേ അറ്റത്ത് ഒരു മനോഹരമായ കാഴ്ച കണ്ടോ? ആ നീല കളറുകൾക്കിടയിൽ ഒരു പച്ച കളർ തിങ്ങി നിൽക്കുന്നത് കണ്ടോ? മലപ്പുറം ജില്ലയാണത്. മലപ്പുറം ജില്ലയാണ്. എന്ന് വെച്ചാൽ 2021 ഒരു 15 സീറ്റ് ലീഗ് നേടിയപ്പോൾ പോലും ഒരു ക്ലീൻ സ്വീപ്പ് നേടിയിരുന്നില്ല. അതെ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പച്ച കളർ നമുക്ക് 2021 കേരള മാപ്പിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 2026 വരുമ്പോൾ ക്ലീൻ സ്വീപ്പ് നടന്ന 5 ജില്ലകൾ അത് നമ്മൾ ആ നീലമയത്തിൽ കാണാം. ഈ പറഞ്ഞു അതാണ്. അപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടം അടയാളപ്പെടുത്തുകയാണ്. 2021 അങ്ങേയറ്റത്ത് ചുവന്ന് തുടുത്തു നിൽക്കുന്നു, അങ്ങിങ്ങായി നീല കളർ മാത്രം കാണുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് മാറുന്നു. സീറ്റ് നില എങ്ങനെ എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. UDF 2026 ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതെങ്ങനെ വിശദീകരിക്കണമെന്ന് ആലോചിച്ച് കോൺഗ്രസ്സുകാരും UDFകാരും ഒരു പക്ഷേ കുഴങ്ങിപ്പോകുന്ന ഒരു രാവാണ്. ആ രാവിൽ ഇതാ പ്രഖ്യാപിക്കുകയാണ് UDF 102 സീറ്റാണ് കേട്ടോ. LDF 35 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. 99 നിന്ന് 35 പതനം നോക്കൂ. ആ ഒരു കമ്പാരിസൺ തൊട്ടപ്പുറത്ത് 2021 നമുക്ക് കാണാം. 99 നിന്ന് നേരെ 35 41 നിന്ന് നേരെ 102. പക്ഷേ അതിനപ്പുറത്ത് NDA 0 നിന്ന് 3 എന്നുള്ള NDAയുടെ പെർഫോമൻസിനെ നമുക്ക് കാണാതെ അല്ലെങ്കിൽ പറയാതെ പോകാൻ കഴിയില്ല. എന്ന് വെച്ചാൽ 3 സീറ്റിലേക്ക് അവർ എത്തുന്നു എന്ന് പറയുമ്പോഴും, തെക്കൻ കേരളത്തിൽ തിരുവിതാംകൂറിൽ മാത്രമാണ് അവർക്ക് വിജയമുണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോഴും, അവരുടെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സീറ്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ ക്രമാനുഗതമായ വളർച്ച BJP ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകും. പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് LDFന്റെ പിടിച്ചെടുത്തിരിക്കുന്ന സീറ്റെല്ലാം LDFന്റെ സീറ്റുകൾ, നിയമവും കഴക്കൂട്ടവും ചാത്തന്നൂരും. ഒരു തവണ LDFന്റെ പൂട്ടിച്ച അക്കൗണ്ട് LDF തന്നെ നഷ്ടമാകുന്നു. എന്ന് വെച്ചാൽ ആ അക്കൗണ്ട് തന്നെ തുറക്കും. മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് കേരളം മുഴുവൻ പറഞ്ഞതാണ്. ഇനി ഞങ്ങൾ പൂട്ടിച്ചത് അതാണ്. BJPയെ പ്രതിരോധിക്കുന്നതിൽ ആരാണ് നമ്പർ 1 എന്നൊരു മത്സരമായിരുന്നല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. ആ മത്സരത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പോടുകൂടി പിറകിൽ പോകുന്നു എന്നുള്ളതാണ്. ചാത്തന്നൂരും കൊടുത്തു, കഴക്കൂട്ടം കൊടുത്തു, നിയമവും കൊടുത്തു. 1 പകരം 3 അതാണ് കൊടുത്ത സീറ്റുകളുടെ എണ്ണമാണ് കേട്ടോ പറയുന്നത്. 3 ചാത്തന്നൂര് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ വിജയം. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും വോട്ട് വിഹിതം എങ്ങനെയെന്നുള്ളത്. 2026 വരുമ്പോൾ വോട്ട് വിഹിതം നോക്കൂ. ഇതൊരു ഈ കണക്കിലൊരു ചെറിയൊരു ഈ കണക്ക് നമ്മൾ തയ്യാറാക്കി. സ്വാഭാവികമാണ്, വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ അന്തിമ കണക്ക് ഇപ്പോൾ പോലും ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടില്ല. കൂട്ടിക്കിഴിച്ച് നമ്മൾ തന്നെ ഒന്ന് കൂട്ടിക്കിഴിച്ച് നോക്കിയതാണ്. എന്തായാലും 47 മുതൽ 49% വരെ വോട്ട് UDF നേടുന്നു. കേരളത്തിന്റെ വോട്ട് ചെയ്ത മനുഷ്യരുടെ പാതി ആളുകൾ UDFന് അനുകൂലമായി പൂർണ്ണമായി നിൽക്കുന്നു. 49% വരെ ഉണ്ടാകാം. അത് 2021 നോക്കൂ. LDFന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 45 മുതൽ 43 വരെ 45.43% 2021 LDFന്റെ വോട്ട് ഷെയർ എന്ന് വെച്ചാൽ 99 സീറ്റ്. UDFന്റെ വോട്ട് ഷെയർ ഏതാണ്ട് 10% ഉയർച്ച. ഏതാണ്ട് 10% ഉയർച്ച. LDFന് ഏതാണ്ട് ഒരു 8% വരെ ഇക്കുറി നോക്കൂ. 37%. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഒരു 35% ഒറിജിനൽ ഫിഗർ വരുമ്പോൾ മഹേഷ് ഒരു 35% താഴേക്ക് പോകും LDFന്റെ ഇത്തവണത്തെ വോട്ട് ഷെയർ. അത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ്, തിരിച്ചടി കൂടിയായിരിക്കും. NDAയുടെ കാര്യത്തിലെ നമ്മൾ 14 മുതൽ 18 വരെ എന്നാണ്. പക്ഷെ അതിലൊരു ക്ലാരിറ്റി വരണ്ട. അതിലൊരു പ്രശ്നമുള്ളത്, BJPയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരിക്കുന്ന മണ്ഡലം കുറയുകയും
ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകളിൽ കൂടുതൽ. അപ്പോൾ അവിടെയൊക്കെ NDAയുടെ തനത് വോട്ട്, BJPയുടെ കേഡർ വോട്ടുകൾ എന്നൊക്കെ പറയുന്ന വോട്ടുകൾ അത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കണക്കിലൊരു വ്യത്യാസം ഉണ്ടായേക്കാം. അവർക്ക് BJP മത്സരിച്ച സീറ്റുകളിലൊക്കെ കാര്യമായ പെർഫോമൻസ് നടത്തി. പക്ഷേ 2020 അടക്കമുള്ള BDJS അടക്കമുള്ള ഘടകകക്ഷികൾ മത്സരിച്ചിടത്തൊക്കെ കാര്യമായ തളർച്ച.